ഗൈസ് ഫൈനലി നമ്മൾ കാത്തിരുന്ന നിമിഷം വന്നിരിക്കുകയാണ്. കൊടൈക്കനാൽ ലേക്കിലെത്തിയിരിക്കുകയാണ് ഗൈസ്. അപാര ക്രൗഡാണ്. 4:15 ഇപ്പോൾ ഇവിടെ എത്തിയിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ ബോട്ടിങ്, അതായത് നമ്മൾ പെഡൽ ബോട്ടിൽ പോകാനാണ് ഇരിക്കുന്നത്, അവിടെയും പോകണം. പിന്നെ സൈക്കിൾ ഓട്ടിക്കണം, കുതിരയിൽ കയറണമെന്ന് ആഗ്രഹമുണ്ട്, നടക്കുമെന്ന് പറഞ്ഞത്. എനിക്ക് ചെറിയൊരു പേടിയുണ്ട്, കാരണം പൊതുവേ എനിക്ക് വെള്ളം ഇഷ്ടമാണ്, ലേക്ക് ഇഷ്ടമാണ്. പക്ഷെ അതിനകത്ത് കയറുമ്പോൾ ഞാൻ തന്നെ എല്ലാവരെയും വീഴ്ത്തും. അതുകൊണ്ട് എന്നാലും എല്ലാ ദൈവങ്ങളും വീട്ടിലാണ് കയറുന്നത്. പക്ഷെ അത്രയില്ലേ, ഇതാ 300 റുപ്പീസായേ. ഇവിടെ പോയി 300 റുപ്പീസ്. ഇവരിതിൽ പറയണമെന്ന് വെച്ചാൽ 150 റുപ്പീസ് റീഫണ്ട് ചെയ്യുന്നതാണ് പറഞ്ഞത്. നമ്മൾ ബോട്ടിംഗ് ഒക്കെ ചെയ്തതിന് ശേഷം ഇവിടെ കൊടുത്താൽ മതി, റീഫണ്ട് അവർ ചെയ്തു. സോ 2 സീറ്റ്സ് പെഡൽ ബോട്ടാണെങ്കിൽ 150 ആണ് ചാർജ് വരുന്നത്. പക്ഷെ നമ്മൾ അടയ്ക്കുമ്പോൾ 300 അടയ്ക്കും. വീഡിയോ എടുക്കാനുള്ള മൂഡിലല്ല ഇരിക്കണം. ഞാനൊരു കടലിന്റെ നടുവിലാണ് ഗൈസ് ഞാനിരിക്കണം. എനിക്കിപ്പോൾ എൻ്റെ ദൈവങ്ങളെ മാത്രമേ എനിക്ക് ഓർമ്മ പറഞ്ഞോളൂ. അയ്യോ എനിക്ക് വയ്യ. ഹലോ ഗൈസ്, അയ്യോ ഗൈസ് ഞാൻ എൻജോയ് ചെയ്യുന്നതാണ്. പക്ഷെ എനിക്ക് അങ്ങോട്ട് വേണ്ട. ഇത് ഈ കമ്പി പിടിച്ച് നീ ഡ്രൈവ് ചെയ്യ്. എടാ എനിക്ക് വയ്യടാ. ശരി ഞാൻ പറഞ്ഞുതരാം, നിക്ക് നോക്ക്. അവിടെ കേറി ഇടിക്കല്ലേടാ. ഇരിക്കൂലടേ, അവരങ്ങോട്ടാണ്, അവർ സ്പീഡ് ചോട്ടനുണ്ടോ? കാര്യം വേണ്ട, നിക്ക് നോക്ക് നോക്ക്. തിരിച്ചു പോണോ? എനിക്ക് ഇപ്പഴേ നല്ല പേടിയാവണുണ്ടേ. കുറച്ച് വണ്ടി നിർത്തിയിട്ടാണ്. ഓക്കെ ഹലോ ഗൈസ്, നിർത്തിയിടുമ്പോ ഞാൻ പറഞ്ഞില്ല എനിക്ക് നല്ല പേടിയാവണുണ്ടേ. പക്ഷെ എന്നാലും ഇത് വീഴോ എന്നുള്ള പേടി മാത്രമാണ് എനിക്കുള്ളത്. വീഴൂലല്ലേ? എന്നാലും ഞാൻ ആദ്യം കയറിയപ്പോ നിങ്ങൾ കാണേണ്ടതാണ് എന്റെ മുഖം. ഒരു സർക്കസ് ഒക്കെ കാണിച്ചാണ് ഇതിന്റെ അകത്ത് കയറിയത്. എല്ലാവരും എന്നെ നോക്കി ചിരിച്ചോണ്ടിരിക്കുന്നു ഗൈസ്. വ്യൂ അടിയോ, എനിക്ക് അവിടെ തിരിയാൻ പറ്റുന്നില്ല. പക്ഷെ സംഭവം തന്നെ എനിക്ക് തിരിയാൻ പറ്റാത്ത ലൈഫ് ജാക്കറ്റ് കാരണമാണ്. ഒന്നും അനക്കണ്ട, ഞാൻ അങ്ങനെ നീ ഇത് കുറച്ച് ലൂസായി താഴോട്ട് കാല് വെച്ചിട്ട് അത് വേണ്ട. നമുക്ക് സംഭവം കുഞ്ഞ്, ഞാൻ പൊക്കമില്ലാത്തോണ്ട് എനിക്ക് ലൈഫ് ജാക്കറ്റ് വലുത്. ആ കുഞ്ഞെടുക്കാത്തത് ഞാൻ എടുത്താ മതിയോ? ഞാൻ ഓർത്തില്ല ഗൈസ്. എന്റെ മുഖം കാണുമ്പോ ബ്ലിങ്കസ് എടുത്താണ് ഞാൻ ഇരിക്കുന്നത്. നടുക്കടലാണിക്ക്. എന്റെ പൊന്നു വിഘ്നേശ്വരൻ എന്നെ രക്ഷപ്പെടുത്തണേ. വളച്ചേ നീ സൈഡ് തിരിയാതെ. വണ്ടി വളയ്ക്കണതാണെന്ന് ഞാൻ തിരിച്ചു പോണ്ടേ? തിരിച്ചു പോട്ടാ? തിരിച്ചല്ലേ, കുറച്ച് അങ്ങോട്ടൊക്കെ വേണമെങ്കിൽ വെക്കോ. പതുക്കെയൊക്കെ പോടെ, എങ്ങനെ സ്പീഡിൽ പോയ വണ്ടി തിരിയട്ട് നോക്കോ. അവിടുത്തെ ആൾക്കാർ എങ്ങനെ കൂളായിട്ട് പോണോ അല്ലേ? നീയാണ് ഇങ്ങനെ ആവണ. സത്യം ഞാനാണ് ഇവിടെ കിടന്ന് ഇത്രയും പേടിച്ച് വലിയ ആ അബ്ബാസം എന്തിന് കുറേ സർക്കസും ഷോപ്പ് കാണിക്കണമെന്ന് എനിക്ക് നല്ല അർത്ഥം. എന്നെ നോക്ക് വീഡിയോ ഗൈസ്. ഞാൻ ഒരാൾ മാത്രം ഇവിടെ ഇത്രയും വലിയ ഷോയും വലിയ സർക്കസൊക്കെ കാണിക്കും. ബാക്കി എല്ലാവരും ഭയങ്കര കൂളായിട്ടാണ് ഗൈസ് പോകുന്നത്. അവർക്ക് എങ്ങനെയുണ്ട് ഇത്രയും ധൈര്യം? സംഭവം എനിക്ക് പണ്ടേ ബോട്ടിങ് കുറച്ച് പേടിയാണ്. നമ്മൾ ടൈറ്റാനിക്കൊക്കെ മൂവി കണ്ടോണ്ടേ. അടിപൊളിയല്ലേ? അയ്യോ അതാ ഒരു വണ്ടി ഇടിക്കാൻ പറഞ്ഞു. തിരിച്ചോണ്ടേ പിന്നെ പോടാ. എന്നാ അത് തട്ടു, നിനക്ക് തട്ടാനും പാടില്ലേ. കാല് മാറ്റുന്ന ഒരാൾ മാത്രം ഇറങ്ങിയ ശരിയാവൂല. ഞാനിപ്പം കൂളായി കേട്ടാ. അടിപൊളി. പക്ഷെ ചെറിയൊരു പേടി ഉള്ളിലുണ്ട്, എന്നാലും ഞാൻ അഡ്ജസ്റ്റ് ചെയ്യും ഗൈസ്. അടിപൊളി. തനിയെ തന്നെ നമ്മൾ തന്നെ ഒരു വണ്ടി നമ്മൾ ഇടിക്കാൻ വേണ്ടി വന്നു ഗൈസ്. ഇടിച്ച് പക്ഷെ ഒന്നും സംഭവിച്ചില്ല. അവര് പറഞ്ഞ ഒന്നും സംഭവിക്കില്ല എന്ന് പറഞ്ഞേ ഗൈസ്. അതിന് നമ്മൾ തിരിച്ചു പോകാൻ വേണ്ടി പോകണം കേട്ടോ. ഇപ്പോൾ ഓൾറെഡി 15 മിനിറ്റ്സ് ആയി. ഇനി നമ്മളിപ്പോൾ ഓൾറെഡി കുറച്ച് ദൂരം വന്നു. ഇനി അങ്ങോട്ട് പോകാൻ വേണ്ടി ഒരു 15 മിനിറ്റ്സ് ആവും. സോ 30 മിനിറ്റ്സ് ചെയ്തില്ലെങ്കിൽ
150 റുപ്പീസ് പോവും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് 30 മിനിറ്റ്സ് മതി. 1 അവർ ചെയ്യണം കേട്ടോ. വേണ്ടല്ലേ? കാരണം ഇനി കുറേ എക്സ്പ്ലോർ ചെയ്യാനുണ്ട്. പക്ഷേ ഇവിടെ വരുമ്പോൾ മസ്റ്റായിട്ട് ട്രൈ ചെയ്യേണ്ട ഒരു കാര്യമാണ് ഗൈസ്, ഈ കൊടൈക്ക് ബോട്ടെന്ന് പറയും. കൊടൈക്കനല്ല ലേക്ക് ബോട്ടെന്ന് പറയുന്നത്. നമുക്ക് ആദ്യമൊക്കെ പേടി വരും, പക്ഷെ പിന്നീട് അതിൽ ഇറങ്ങിക്കഴിഞ്ഞ് ഒരു 10 മിനിറ്റ് കഴിയുമ്പോൾ നമ്മളങ്ങ് കൂളാവും. എനിക്ക് ആദ്യം കുറച്ച് പേടി ഉണ്ടായിരുന്നു, പക്ഷെ ഇപ്പം എനിക്ക് കുഴപ്പമില്ല. പിന്നെ ഒരേ ഒരു പേടി, നമ്മൾ തട്ടുമ്പോൾ വീഴോ എന്നുള്ളൊരു പേടി മാത്രമേ ഉള്ളൂ. എനിക്ക് പേടിയുള്ള കാരണം എന്താണെന്ന് പറയുമ്പോൾ, ടൈറ്റാനിക്കിൽ ഞാൻ ടൈറ്റാനിക് മൂവി കണ്ടപ്പോൾ ഉണ്ടല്ലോ, ആ ഷിപ്പ് വീണില്ലേ, അത് എനിക്ക് ആ ഒരു പേടിയിലാണ് ഞാൻ ഇരിക്കുന്നത്. കാരണം നമ്മൾ ഷിപ്പ് വല്ല വീണ് പോകുന്നുള്ള പേടിയുണ്ട് ഗെസ്. ഇതുണ്ട് എൻ്റെ ലൈഫ് ജാക്കറ്റ് ചെറുത് അല്ല വലുതാണ് ഗെസ്, വലുത്. ഞാൻ ഇങ്ങനെയാണ് ഇരിക്കുന്നത്. പക്ഷെ വേറെ ലെവലാട്ടോ, വേറെ ലെവൽ. എങ്ങനെയുണ്ട് ഏട്ടാ എക്സ്പീരിയൻസ്? ഏട്ടൻ നാട്ടിൽ വന്നിട്ടുണ്ട് സ്കൂൾ ടൈമിൽ. ഞാൻ പക്ഷേ എൻ്റെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ്. ഇനി എനിക്ക് ഫാമിലിയും കൊണ്ട് വരണമെന്നുണ്ട്. അവർ കയറുമെന്ന് പറഞ്ഞുണ്ട്, പക്ഷെ മാൾ എന്തായാലും കയറും. ഞാൻ കയറ്റിപ്പിക്കുമല്ലെങ്കിൽ. പിന്നെ യെസ്, നമ്മളിനി ബോട്ടിങ് ചെയ്തിട്ട് അടുത്ത കുതിരയിൽ കയറണമെന്നുണ്ട്, സൈക്ലിംഗ് ചെയ്യണമെന്നുണ്ട്. സോ യെസ്, ഞാൻ കുതിര കയറാണ്ട് പോണി. ഇതാണ് എൻ്റെ കുതിര, വെള്ളക്കുതിര. അടിപൊളിയല്ലേ? അമ്മോ നീ എന്തിനാണ്? എൻ്റെ കുതിര അടിപൊളിയായിരുന്നു. ഭയങ്കര ഫീലായിരുന്നു കേട്ടോ, അടിപൊളിയായിരുന്നു. ഇനി അടുത്ത് നമുക്ക് സൈക്ലിങ്ങിൽ പോകണം, അതുകൊണ്ട് നമ്മൾ കുറച്ച് അങ്ങോട്ട് നടക്കാറുണ്ട്. പക്ഷെ ഏട്ടാ നിന്റെ എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു? അടിപൊളിയായിരുന്നു. അവൻ പാവം പേടിച്ച് ഞാൻ വരൂല വാച്ച്, എനിക്ക് ഭയങ്കര പേടിയാണെന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ നോക്കിയപ്പോൾ അവനൊപ്പം കയറി പറഞ്ഞു. കൊള്ളേ. ഞാൻ സൈക്കിൾ ചവിട്ടാൻ വേണ്ടി പോയത്, അതും ജീവിതത്തിൽ ആദ്യമായിട്ട്. എൻ്റെ അമ്മ കാണുകയാണെങ്കിൽ പിന്നെ പ്രൗഡ്. ഇതാണ് ചവിട്ടണേ സംഭവം. ഇതാണ് നമ്മുടെ സൈക്കിള്. ഇത് തന്നെ അതെ സംഭവം എന്ന് പറഞ്ഞാൽ എനിക്ക് സൈക്കിൾ ചവിട്ടുമ്പോൾ പേടിയാണ്. ഞാൻ ചവിട്ടി വരുന്നത്. പക്ഷെ ഇത് ഞാൻ പണിയൊന്നും എടുക്കുന്നില്ല, ചേട്ടനാണ് പണിയെടുക്കുന്നത്. വെറുതെ നോക്കത്തിലൊക്കെ ഇരിക്കുന്നതേ ഉള്ളൂ. എന്നാലും രസത്തിന് ഞാൻ ചവിട്ടും. ഇവിടെ വലിയ കോമഡിയാണ് നടക്കണം. ഇവര് സൈക്കിൾ അറിയാന്ന് പറഞ്ഞാണ് ഞാൻ വന്നത്. പക്ഷെ നമ്മള് സത്യം പറഞ്ഞാൽ എനിക്കെന്നെ കാറ്റില്ല. എൻ്റെ പൊന്നു ഭഗവാനെ, ഈ സൈക്കിളില്ലേ കാറ്റില്ല. അയ്യോ ആദ്യമൊക്കെ വൻ കോമഡി ആയിരുന്നു. നമ്മൾ കാലിട്ടൊക്കെ ഉരുട്ടിയാണ് വന്നത്. ഞാൻ ഒന്നും ചെയ്യണ്ട. ഓ സോറി, അത് ഞാൻ ഒന്ന് സഹായിക്കാം. ഓക്കെ ഇനി നമുക്ക് ഇത് ചെയ്തിട്ടില്ലെങ്കിൽ എൻ്റെ കോൺസെൻട്രേഷൻ പോവും. തിരിച്ചു വന്നാ കണ്ടമ്മ, ഞാൻ ചവിട്ടണത് സൈക്കിള്. അടിപൊളി. മിക്കവാറുമില്ലേ ഞാൻ തന്നെ തള്ളിയിടുന്നാണ് തോന്നുന്നത് എൻ്റെ ഏട്ടന്. കുറച്ച് കോമഡി നടന്നു തന്നെ ലാസ്റ്റ് പോയി. അടിപൊളി ഏട്ടൻ നോക്കിയേ, അടിപൊളിയല്ലേ? ഹൗ വാസ് യുവർ എക്സ്പീരിയൻസ്? ആൾക്ക് ത്രാണിയില്ല, ചേട്ടന് ത്രാണിയില്ല. ഹൗ വാസ് യുവർ എക്സ്പീരിയൻസ് ഏട്ടാ? ഒരു എനർജി ഇല്ല ഏട്ടന്. നിങ്ങളെ എന്നെ നോക്കൂ, ഞാൻ എന്ത് എനർജറ്റിക് ആയിട്ട് ഇവിടെ ഇരിക്കണേ നോക്കൂ. കണ്ടോ അടിപൊളി. പക്ഷെ കുറച്ച് ദൂരം എത്തിയത് ഏട്ടൻ പറഞ്ഞാൽ നമുക്ക് തിരിച്ചു പോകാൻ. നമ്മൾ ഒന്നാമത്തെ രാവിലെ കഴിച്ചു, ഉച്ചയ്ക്കൊന്നും കഴിച്ചില്ല. 5 മണിയായി. നമ്മൾ ഉരുട്ടിയാണ് കേസ് നമ്മൾ വണ്ടി തിരിക്കുന്നത്. എന്തവസ്ഥയിൽ ഇതിൻ്റെ ഫ്രണ്ടിൽ കുറച്ച് കാര്യങ്ങളൊക്കെ നടന്നു. വലിയ കോമഡി പീസ്. നമ്മൾ എവിടെ ചെന്നാലും ഇല്ലേ കോമഡി പീസാണ് കേസ്. അതെന്തൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. ഓക്കെ, ഇനി ഇത് ഓട്ടിച്ചിട്ട് നമുക്ക് കാണാം. ഗൈസ് ഫൈനലി ഞാൻ എൻ്റെ സൈക്കിൾ പ്രയാണം കഴിഞ്ഞിരിക്കുകയാണ്. ഞാനും ചവിട്ടി
പറയാതിരിക്കാൻ പറ്റില്ല. ഫുൾ ആരും കൊടുത്ത് ചവിട്ടി 2 കാലം ഏട്ടനാണ് ഏറ്റവും കൂടുതൽ വയ്യ ഏട്ടന് സൈക്കിളിൽ ചവിട്ടണ്ടെന്ന് പറഞ്ഞിട്ട് ഫ്രണ്ടിൽ നമ്മൾ സൈക്കിൾ വെച്ചപ്പോൾ കോമഡി നടന്നു. അവന് സൈക്കിൾ അറിയാമെന്ന് പറഞ്ഞാണ് ഇരുന്നതേ. സൈക്കിൾ എടുത്ത് 100 രൂപയൊക്കെ കൊടുത്തിട്ട് നമ്മൾ സൈക്കിൾ എടുത്തു. അവന് ഓട്ടിക്കായിരുന്നു. അതായത് ഈ സൈക്കിള് പോണില്ല. അപ്പൊ ആ ചേട്ടൻ പറഞ്ഞേ, അണ്ണാ പെടൽ ഇരുന്നേ സ്റ്റാൻഡ് ഇരുന്ന എപ്പടി അണ്ണാ പോങ്കും. അവിടേക്ക് എല്ലാവരും ചിരിയായിരുന്നു. അതേ കഴിഞ്ഞിട്ട് ഇവിടെ വരെ ഉരുട്ടി വന്നപ്പോൾ നമ്മൾ കാലിട്ട് ഉരുട്ടിയാണ് കേസ് പറഞ്ഞാൽ ഏട്ടന് സൈക്കിൾ പോലും ഓടിക്കാൻ വേണ്ടി പറ്റുന്നില്ല. പിന്നെ കുറച്ച് ഇതിനൊക്കെ വന്നപ്പോഴാണ് ബാലൻസ് വന്നത്. എല്ലാവരും ഇവിടെ നിന്ന് എല്ലാവരും ചിരി നമ്മൾ ഓടിക്കാൻ കാണും. വല്ലാത്ത കോമ്പറ്റീഷൻ എവിടെ ചെന്നാലും നമുക്ക് കോമ്പി എന്തെങ്കിലും ഒന്നെങ്കിൽ നമുക്ക് കോമ്പറ്റീഷൻ അല്ലേ കേട്ടോ. ഇനി ഒരുപാട് തളർന്ന് കാരണം ഒത്തിരി ആഹാരം നമ്മൾ ഹോട്ടലിൽ ചെന്നിട്ട് കുറച്ച് റെസ്റ്റ് ഫുഡ് കഴിക്കണ്ടേ. അതിന് മുന്നേ ഫുഡ് കഴിക്കണം. ഫുഡ് കഴിച്ചിട്ട് ഹോട്ടലിൽ ചെന്നിട്ട് കുറച്ച് റെസ്റ്റ് എടുത്തിട്ട് വേണം നമുക്ക് കൊടൈക്കനാൽ നൈറ്റ് ലൈഫ് എക്സ്പ്ലോർ ചെയ്യാൻ. യെസ്, ആ ടൈമിൽ സ്ട്രീറ്റ് ഫുഡും ഷോപ്പിങ്ങും എല്ലാം കാണിക്കും. അതെന്തായാലും അടുത്ത വീഡിയോയിലേക്കും വരും. ഓക്കെ, നമ്മൾ ഈ റെസ്റ്റോറൻറ്റിലാണ് കയറാൻ വേണ്ടി പോകുന്നത്. അത്യാവശ്യം റിവ്യൂ ഉള്ളതായിട്ടാണ് ഇതിൽ കയറുന്നത് കേട്ടോ. ഫുഡ് കഴിക്കാൻ വേണ്ടി എത്തി. ഒട്ടും വയ്യ കാരണം ഇത്രയും ടൈമായിട്ട് ഉച്ചയ്ക്ക് കഴിച്ചില്ലല്ലോ. ആദ്യം തന്നെ കുറച്ച് ചൂടുവെള്ളം കുടിച്ചു. പിന്നെ നമ്മൾ ഓർഡർ ചെയ്തിരിക്കുന്നത് നമ്മൾ അത്യാവശ്യം കയറിയിരിക്കുന്ന എക്സ്പെൻസീവ് ഷോപ്പിലാണ്. നമ്മൾ വിചാരിച്ചാൽ ഇത്ര എക്സ്പെൻസീവ് ആണ്. ഇവിടെ എന്നാലും കൊള്ളാം, കാരണം ക്വാളിറ്റി വൈസ് കൊള്ളാം. ഇനി ഫുഡ് ഓർഡർ ചെയ്തിരിക്കണേന്ന് വെച്ചാൽ ചപ്പാത്തിയും ഒരു ചെട്ടിനാട് മട്ടൻ കറിയും ഇതാണ് ഓർഡർ ചെയ്തിരിക്കുന്നത്. സോ ഇവർ പറയണമെന്ന് വെച്ചാൽ നമ്മൾ പറയുമ്പോഴാണ് ഇവർ ഉണ്ടാക്കി തരുന്ന ഫ്രഷ്ലി കുക്ക് ചെയ്താണ് നമുക്ക് തരണമെന്നാണ് പറയുന്നത്. സോ നമുക്ക് നോക്കാം. ഫുഡ് വന്നിട്ട് നമുക്ക് ഞാൻ ഫുഡ് കാണിച്ചു തരാം. ഓക്കെ, വന്നിട്ടുണ്ട് ചെട്ടിനാട് മട്ടൻ കറി വന്നിട്ടുണ്ട്. ഈ 1 ചപ്പാത്തിക്ക് 25 റുപ്പീസാണ്. ഇത് എക്സ്പെൻസീവ് അല്ല. നമ്മുടെ നാട്ടിൽ 10 രൂപ കിട്ടും. പക്ഷേ എനിക്ക് മേ ബി ഇത്രയും വലിയ എക്സ്പെൻസീവ് 5 രൂപയ്ക്ക് കിട്ടിയത്. എനിക്ക് ക്വാളിറ്റി വൈസ് ആയതുകൊണ്ടായിരിക്കും, അല്ലെങ്കിൽ ടൂറിസ്റ്റ് പ്ലേസ് ആയതുകൊണ്ടായിരിക്കും ഇത്രയും വില കുറവ്. ഞാൻ ടേസ്റ്റ് ചെയ്തിട്ട് ഒരു മിനിറ്റ്. ഇത് ചിക്കൻ കുറവാണ്. ടേസ്റ്റിംഗ് ടൈം വിശപ്പുള്ളതുകൊണ്ട് ഒന്നും കാണാൻ പറ്റുന്നില്ല. എനിക്കറിയാം പൊതി വിട്ടുകൊണ്ടാണ് ഇരിക്കുന്നത്. സോറി, കഴിച്ചോക്കട്ടെ. ഉള്ള ചിക്കൻ കറി പോലെ ഇരിക്കണം. മട്ടൻ കറി എന്ന് പറയില്ല, നമ്മൾ നല്ല ചിക്കൻ കറി കിട്ടും അതേപോലെ ഇരിക്കുന്നത്. കുഴപ്പമില്ല, ചിക്കൻ കറി ഇരിക്കുന്നുണ്ടാണ്. നല്ല മട്ടൻ കറി മട്ടൻ സോ ഗൈസ് ഫൈനലി നമ്മുടെ ഹോട്ടലിൽ എത്താൻ കഴിഞ്ഞ സ്റ്റെപ്പ് കൂടെ പെട്ടെന്നാണ് ഇങ്ങനെ ഈ ഒരു സാധനം കാണുന്നത്. ഇതാണ് ഇവിടുത്തെ മേജർ ടൂറിസ്റ്റ് സ്പോട്ട്സ് എന്ന് പറയുന്നത്. ഇതല്ലാതെ തന്നെ കുറേ അൺഎക്സ്പ്ലോർഡ് ആയിട്ടുള്ള വില്ലേജസ് ടൂറിസ്റ്റ് പ്ലേസസ് ഉണ്ട്. പക്ഷെ ഇതിലൊന്നും ഫേമസ് ആയിട്ടില്ല. അറിയാൻ പറ്റുന്ന കാര്യം വെച്ചാൽ നമ്മൾ 36 നമ്മൾ ഇതിന് ആക്ച്വലി ഇത്രപോലെ നമ്മൾ കണ്ടെത്തിയിട്ടില്ല. ഓക്കെ, നമ്മൾ ഏകദേശം എന്തൊക്കെ ചെയ്യുന്നത് വീഡിയോ കാണുമ്പോൾ മാത്രം അത്രയും നമ്മൾ കണ്ടുപോകും. ഇനിയും കുറേ ഉണ്ട്. എൻ്റെ ഒരു അഡ്വൈസ് എന്ന് പറയുന്നത് നമ്മൾ ജസ്റ്റ് ഒരു 1 ഡേക്ക് വേണ്ടി നമ്മൾ കൊടൈക്കനാലിൽ വരണ്ട. കാരണം കുറച്ചും കൂടി ഇരുന്ന് സമാധാനത്തിൽ എക്സ്പ്ലോർ ചെയ്യാനായിട്ട് നല്ലത്. അതാണ് എൻ്റെ ഒരു എനിക്ക് ലാസ്റ്റ് കൺക്ലൂഷനായിട്ട് പറയുന്നത്. കാരണം ചറ പറയായിരുന്നു. കാരണം ഒരു ദിവസം നമ്മൾ ചറ നടക്കുകയായിരുന്നു. അപ്പോൾ അതിൻ്റെ എല്ലാ ഇതും ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് മനസ്സിലായി ഒരു 5 days, ഒരു മിനിമം 4 days to 5 days എങ്കിലും വേണം ഇവിടെയല്ല. അത്യാവശ്യം മെയിൻ കുറച്ച് സ്പോർട്സ് ടൂറിസ്റ്റ് സ്പോട്സിൽ പോയി എൻജോയ് ചെയ്യാൻ. പിന്നെ എൻ്റെ ഒരു ആഗ്രഹം എന്ന് പറയുന്നത് ഞാനിവിടെ ചോദിച്ചപ്പോൾ കുറേ അൺഎക്സ്പ്ലോർഡ് ആയിട്ടുള്ള വില്ലേജ് സ്പോട്സ് ഉണ്ട്. അപ്പം എനിക്ക് അവിടെയും കൂടെ പോകണമെന്നുണ്ട്. ഇപ്പോഴല്ല, ഭാവിയിൽ. യെസ്, ഇൻഷാല്ലാ അതെന്തായാലും നടക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി നമ്മൾ റൂമിൽ പോയിട്ട് കുറച്ച് റെസ്റ്റ് എടുത്ത ശേഷം നമ്മളിനി ഈ വീഡിയോക്ക് ഇതിലൂടെ വൈൻഡപ്പ് ചെയ്തു. ഇനി അടുത്ത് നമ്മൾ വന്നു വെച്ചാൽ കൊടൈക്കനാലിൻ്റെ ഒരു നൈറ്റ് ലൈഫ് നമ്മൾ എക്സ്പ്ലോർ ചെയ്യാൻ പോവുകയാണ്. അതിന് ഷോപ്പിങ്ങും കാണും, സ്ട്രീറ്റ് ഫുഡും കാണും. സോ യെസ്, സോ അടുത്ത വീഡിയോ കാണുന്നത് സ്റ്റേ ട്യൂൺഡ്. ദിസ് ഈസ് ആർബി സൈനിങ് ഓഫ്. Ajay Cameraman, Ajay signing off. Love you, take care.